ഒരച്ഛൻ പള്ളി കത്തിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരച്ഛനൊരു പള്ളിയിൽ ചാർജ് എടുത്തു. തീരെ ആൾ പള്ളിയിൽ വരുന്നില്ല. അച്ഛൻ പഠിച്ച പണി 18 നോക്കി, വീടുകൾ കയറി, ആളുകളെ കണ്ടു പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. എന്നും കുർബാനയ്ക്ക് അച്ഛനും കപ്പ്യാരും 2-3 പേരും. അവസാനം ഒരു ദിവസം അച്ഛൻ ഒരു പണി ചെയ്തു. കപ്പ്യാരെ വിളിച്ചിട്ട് പറഞ്ഞു, സൈഡ് റൂമിൽ കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റ് പേപ്പറെല്ലാം വാരിക്കൊണ്ട് വരാൻ പറഞ്ഞു. അതെല്ലാം വാരിക്കൊണ്ട് വന്ന് പള്ളിയുടെ പുറകിൽ കൂട്ടിയിട്ടു. എന്നിട്ട് അച്ഛൻ ഒരു തീപ്പെട്ടി വരച്ച് അത് കത്തിച്ചു. തീ ആളിക്കത്തി, വലിയ പുക ഉയരാൻ തുടങ്ങി. അപ്പോൾ പള്ളിക്കാരിൽ ചിലർ റോഡേ പോയ വഴിക്ക് ഇത് കണ്ടു. അവർ പറഞ്ഞു, ആരോ നമ്മുടെ പള്ളി കത്തിച്ചു. വാർത്ത കാട്ടുതീ പോലെ വരുന്നു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി, പള്ളിക്കാരെല്ലാം ഓടിക്കൂടി. പള്ളിയുടെ മുറ്റത്ത് വലിയ ജനസമൂഹം. പള്ളി കത്തിച്ചവനെ ഞങ്ങൾ കത്തിക്കുമെന്ന് വലിയ മുദ്രാവാക്യം വിളിയായി. അപ്പോൾ ഈ വൈദികൻ കതകു തുറന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പള്ളി കത്തിച്ചവനെ നിങ്ങൾക്ക് കത്തിക്കാനാണെങ്കിൽ എന്നെ വേണം ആദ്യം കത്തിക്കാൻ. ഞാനാണ് പള്ളി കത്തിച്ചത്. ആളുകളാകെ സ്തബ്ധരായി. ഈ അച്ഛൻ എന്താണ് പറയുന്നത്? അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ ആരാധനയ്ക്ക് വരാൻ ആരും തയ്യാറല്ല. പക്ഷേ പള്ളി കത്തിയെന്ന് കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും വന്നു. എന്താണ് കാരണം? നിങ്ങൾ ഇവിടെ കൂടിയത് വിശ്വാസം കൊണ്ടല്ല, നിങ്ങളുടെ മതാന്ധത കൊണ്ടാണ്. നിങ്ങൾക്ക് മതമെന്ന് പറയുന്നത് ഇന്ന് വ്രണപ്പെടാനുള്ളൊരു ഉപാധി മാത്രമാണ്. മതം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഒരു ജീവിത വഴിയായി മാറുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ മതത്തിന് കഴിയുന്നില്ല. മതം നിങ്ങൾക്കിന്ന് തമ്മിൽ തല്ലാനും കലഹിക്കാനും വ്രണപ്പെടാനുമുള്ള ഒരു ഉപാധി